ഇത് മോഹൻലാൽ സിനിമകളുടെ കളക്ഷൻ റെക്കോർഡ്സിലെ പൊൻതൂവൽ തന്നെ എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഒരു റീ റിലീസ് പടത്തിന് ആദ്യ ദിനത്തിൽ 35-40 ലക്ഷം രൂപ വരെ കിട്ടാന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമാണോ? അല്ല, സിനിമയും ആ റേഞ്ച് ഒക്കെ ഉണ്ടെന്നേ. സാധാരണ മോഹൻലാൽ ഫാൻസിന് എന്താണോ വേണ്ടേ അത് മുഴുവനുള്ള ഒരു പക്ക എന്റർടൈൻമെന്റ് സിനിമ കൂടിയാണ് ചോട്ടാ മുംബൈ. ഫൈറ്റ്, കോമഡി, ഇമോഷൻസ് അങ്ങനെ ഒരു ഫുൾ പാക്കേജിലാണ് ഈ പടം. 2008 ഈ സിനിമ ഇറങ്ങുമ്പോൾ അതിനേക്കാളും ഒരു പിടി മുകളിൽ റീ റിലീസ് ആരാധകർ ആഘോഷമാക്കുന്നതാണ് മറ്റൊരു സത്യം. ഇതോടുകൂടി മലയാളത്തിലെ റീ റിലീസുകളിൽ എത്തുന്ന ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമയിൽ 3-ാം സ്ഥാനത്താണ് നമ്മുടെ ചോട്ടാ മുംബൈ എത്തിയിരിക്കുന്നത്. മോഹൻലാലിന്റെ തന്നെ സ്ഫടികം, മണിച്ചിത്രത്താഴ് എന്നീ സിനിമകളാണ് 1-2 സ്ഥാനങ്ങളിലുള്ളത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിവസം മെയ് 21-നായിരുന്നു ചോട്ടാ മുംബൈ റീ റിലീസ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സാഹചര്യത്തിൽ അത് മാറ്റിവെക്കുകയായിരുന്നു. ഇനി അടുത്തൊരു മോഹൻലാലിന്റെ റീ റിലീസ് ചിത്രം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് രാവണപ്രഭു ആണെന്നാണ് ആരാധകർ പറയുന്നത്. ആക്ഷൻ രംഗങ്ങളും ഡാൻസും കിടിലൻ ഡയലോഗുകളും ഇമോഷനൊക്കെ ആയിട്ട് എല്ലാം നിറഞ്ഞൊരു സിനിമ കൂടിയാണ് അതും. ആരാധകർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകയും ആ സിനിമയിലുണ്ട്. അല്ല, ഈ മോഹൻലാൽ ഫാൻസിന് മാത്രം ഈ ആഘോഷമൊന്നും പോരാ. ഞങ്ങൾ മമ്മൂട്ടി ഫാൻസിനും ഞങ്ങളുടെ രാജമാണിക്യം കൂടി റീ റിലീസ് ചെയ്ത് വേണമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ഇതിപ്പോ റീ റിലീസ് കാലം എന്ന് പറയുന്നതിൽ തെറ്റില്ല അല്ലേ?